സി രാജേഷ്. ജനനം 1973 മാർച്ച് 22, ചെലകര പഞ്ചായത്തിൽ പുലാക്കോട് എന്ന ഗ്രാമത്തിൽ. 2005 മുതൽ 2015 വരെ വിദേശത്ത് സിറിയ, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്രഞ്ച് കമ്പനിയായ ടോട്ടൽ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന ഫ്രഞ്ച് കമ്പനിക്ക് വേണ്ടി, അതിനിടയിൽ തൃശൂർ മിനർവ അക്കാദമി എന്ന സ്ഥാപനത്തിൽ 2014 മുതൽ ഡയറക്ടർ. ടെക്നിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തിരുന്ന സ്ഥാപനം 2018 മുതൽ പാരാമെഡിക്കൽ ഡിപ്ലോമ തുടങ്ങി. 2020 മുതൽ പാരാമെഡിക്കൽ ഡിഗ്രി, ബികോം കോഴ്സുകളും തുടങ്ങി. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്ത് മിനർവയിൽ നിന്നും പുറത്തിറങ്ങിയ ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ത്യയിലും വിദേശത്തുമായി ജോലി ചെയ്തു വരുന്നു. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട വഴിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട വഴികളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് സി രാജേഷ്. തൃശ്ശൂരിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ മിനർവ അക്കാദമിയുടെ ഡയറക്ടറാണ്. തീർച്ചയായും അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് കടന്നു വന്നതിൽ ഏറെ സന്തോഷമാണ്. ഞാൻ ചർച്ചയിലേക്ക് കടക്കുകയാണ്. സാറേ, ഒത്തിരി സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിച്ചു. അതെ, നമ്മൾ ഇത്തരം മേഖലയിലായതുകൊണ്ട് പരസ്പരം കാണാനും കണ്ടുമുട്ടാനും പല വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു ഒഴുക്ക് പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഈ ഇത് കാണുന്ന പ്രേക്ഷകരിലെ യുവതലമുറകൾക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു ചർച്ചയായി മാറും ഇതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരുപാട് യുവാക്കൾ, ഇന്നത്തെ തലമുറയിലെ യുവാക്കൾ മിനർവ അക്കാദമിക്ക് പഠിച്ച ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജീവിതത്തിൻ്റെ ചുവടുറപ്പിക്കുന്നു. അതിൽ എൻ്റെ ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. എൻ്റെ മാധ്യമപ്രവർത്തകയായിട്ട് ജോലി ചെയ്തതാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ ആ ഇടക്കാലം കൊണ്ട് ആൾക്ക് അതൊന്ന് മാറി ചിന്തിച്ച് ഒരു പരസ്യം കണ്ടിട്ട് മിനർവ അക്കാദമിയിലേക്ക് ഒന്ന് വിളിച്ച ശേഷം ഇന്ന് ആൾ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് വലിയ മേഖലകളിലേക്ക്, സാധ്യതകളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഇന്ന് തൃശ്ശൂർ തന്നെ നെടും തൂണായി നിൽക്കുകയാണ് മിനർവ അക്കാദമി. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറെ സന്തോഷമല്ലേ? വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ഉണ്ടായി വരുമ്പോൾ ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 9-10 വർഷത്തോളം ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫീൽഡ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഓയിൽ ഫീൽഡിലായിരുന്നു. അപ്പോൾ ഓയിൽ ഫീൽഡ് ആയതുകൊണ്ട് നമ്മുടെ വർക്കിംഗ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ദിവസം കഴിഞ്ഞ് 28 ദിവസം നാട്ടിൽ വരികയാണ്. ആ സമയം മിനർവയായിട്ടുള്ള ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഖത്തറിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പയ്യൻ ഓടി വന്നിട്ട് സാറേ എന്ന് വിളിച്ച് വരികയാണ്. വരുമ്പോൾ അവിടെ നമ്മുടെ സബോർഡിനേറ്റായിട്ട് പുതുതായിട്ട് അവന് റിക്രൂട്ട് ചെയ്ത് അവൻ വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് നമ്മൾ വരുമ്പോൾ വല്ലപ്പോഴും ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് മുഖം അത്ര ക്ലിയറായിട്ട് അറിയില്ലെങ്കിലും കുട്ടികളുടെ മനസ്സിൽ അതുണ്ട്. അവരത് നമുക്ക് തരുന്ന അധ്യാപന ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നമുക്ക് കിട്ടുന്ന അഭിമാന നിമിഷമാണ് അത് എന്നുള്ളത്. അധ്യാപകനെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാഷെന്നത് വിളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതാണ് ഒരു അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. മാനസിക അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പുരസ്കാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ഇന്ന് നമ്മുടെ കോളേജിൽ ഏതെല്ലാം കോഴ്സുകളാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഫാഷൻ ഡിസൈനിങ്. നമുക്ക് സ്വയമായ നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ട്. ഒരുപാട് കുട്ടികൾ നമുക്ക് നല്ല വ്യത്യസ്തമായ കഴിവുകളും അവർക്ക് ഡിസൈനിങ്ങിൽ ഒരുപാട് കഴിവും അവരുടെ ഉള്ളിലുണ്ട്. അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ആ കുട്ടികളെ നമ്മളൊരു ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ ഇറക്കി വിടുമ്പോൾ നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് മാറപ്പെടുകയാണ്. അത്രയും നല്ല കുട്ടികൾ നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വരുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് നമുക്കറിയാം, ഇന്ന് പണ്ടൊക്കെ അച്ഛൻ പാചകക്കാരനായിരുന്നു, അമ്മ പാചകം ചെയ്യും, അത് കണ്ടു പഠിച്ച് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്ന പലരും ഇന്ന് ഫീൽഡിലുണ്ട്. പക്ഷേ അത് മാറി വ്യത്യസ്ത രുചികളിൽ, വ്യത്യസ്തമായ രീതികളിൽ, നമ്മുടെ തനതായ രീതികളൊക്കെ മാറിയപ്പോൾ
അല്ലേ? അപ്പോൾ ആ ഒരു ഭക്ഷണ രീതികളുടെ വ്യത്യാസങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ അതിൽ കണ്ടുപിടിച്ചുകൊണ്ട് പുതിയ ഒരു മെനു തയ്യാറാക്കാനൊക്കെ നമ്മളെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന രീതിയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. പാരാമെഡിക്കൽ നമുക്കറിയാം, കൊറോണ ഒക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ജോലിക്കാർ പാരാമെഡിക്കൽ സ്റ്റാഫുകളായിരുന്നു. അന്ന് അതിൻ്റെ കുറവ് നമ്മൾ അറിഞ്ഞതാണ്. ഒരു പക്ഷേ ഇനിയും വരുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ആ ഒരു ഫീൽഡിൽ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു യുവതലമുറകൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അവിടെ അനവധി സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതിലൂടെ അങ്ങ് എങ്ങനെയാണ് നോക്കിൽ കാണിക്കുന്നത്? പക്ഷേ ജോലി ഉണ്ടാവാം, പക്ഷേ നാട്ടിൽ അതിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അതിനുള്ള സാധ്യതകൾ കുറഞ്ഞു പോകുന്നതാണോ? എന്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്? അല്ല, ഇത് ഞാനും വിദേശത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. ഇവിടെ നമുക്ക് സാധ്യതകൾ ഒരുപാട് ഇൻഡസ്ട്രീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നോൺ പാരാമെഡിക്കൽ ഹോസ്പിറ്റലുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലയിൽ നമുക്ക് സാധ്യതകൾ കൂടുന്നുണ്ട്. മറിച്ച് ടെക്നിക്കൽ കോഴ്സുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഇന്നും വിദേശങ്ങളിലാണ്. അതിനൊരു മെയിൻ കാരണം നമ്മുടെ വിദേശത്തുനിന്ന് ഉള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിലും കേരളത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം, ഇവിടുത്തെ ഭൂപ്രദേശം രാഷ്ട്രീയം ഒക്കെ ആവാം അതിന് കാരണം. അതുണ്ട്. പക്ഷെ അതിന് മറികടക്കാനുള്ള വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ കാണുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഉള്ള സാധ്യതകളെ എങ്ങനെ നന്നായി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ 2025 ആയിപ്പോൾ 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ 90% കുട്ടികൾക്കും ജോലിയാക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ കുട്ടികളിലേക്ക് നമ്മളത് ബോധവൽക്കരിക്കുന്നു. അതിൽ സാധ്യതകൾ അവർ മുന്നിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് അയക്കുന്ന പല ഹോസ്പിറ്റലുകളാണെങ്കിലും ഇൻഡസ്ട്രികളാണെങ്കിലും അവിടെ തന്നെ ആ കുട്ടികളെ ട്രെയിനിങ്ങിന് ശേഷം അവിടെ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവരായിട്ടൊരു MOU വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരുപാട് സാധ്യതകൾ ഇനിയും നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ട്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നിരവധി ശിക്ഷ സമ്പത്ത് ഇപ്പോൾ ധാരാളം കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് പലപ്പോഴും അഭിമാനം തോന്നുന്ന ചില സന്ദർഭങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ എടുക്കാറില്ല. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ ഓടി വന്നിട്ട് സാറേ എന്ന് വിളിച്ച്, മിനറവിലെ സാറല്ലേ എന്ന് വിളിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയാണോ പിന്നെ വേണ്ടത്, പിന്നെ ആ കുട്ടികളാണ് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ അത് ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അവരത് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം അപ്പോൾ തന്നെ ഏത് പാത തിരഞ്ഞെടുക്കണമെന്ന് ഏകദേശം ഒരു ധാരണ അതിലേക്ക് എത്തിയിട്ടുണ്ടാവും. മാതാപിതാക്കളുടെ സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ടെങ്കിലും കുട്ടിയുടേതായ ഒരു ലക്ഷ്യമുണ്ടാകാം. യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് ഓരോ വിദ്യാർത്ഥികളും 10 കഴിഞ്ഞ് +1 +2ലേക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത്തരം ആ ഒരു രംഗത്തേക്ക് വരുന്ന +1 +2 എല്ലാം കഴിഞ്ഞ് രംഗത്തേക്ക് വരുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഏതെല്ലാം കോഴ്സുകളാണ് സാറ് കാണുന്നത്? അല്ല, നമ്മുടെ എല്ലാ കോഴ്സുകളും ഇതെല്ലാം പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർക്കത് തിരഞ്ഞെടുക്കാനുള്ള ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്ന് നാട് വിട്ട് പോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നാട്ടിൽ തന്നെ വല്ല ജോലിയും കിട്ടുകയാണെങ്കിൽ നോക്കാമെന്നുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോഴും പാരാമെഡിക്കൽ ഫീൽഡാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആലോചിച്ച് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ അടുത്ത് തന്നെ ആ ഒരു സാധ്യത നമ്മുടെ മുന്നിലേക്ക്, അതായത് ജോലി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നമ്മൾ തേടിപ്പോകേണ്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി മുന്നിലേക്ക് എത്തുകയാണ്. ആ ഒരു ലക്ഷ്യത്തെയാണ് മിനർവ നോക്കി കാണുന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് ജീവിതത്തിന്റെ അത്താണിയാവാനായിട്ട് ഈ സ്ഥാപനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറെ അഭിമാനത്തിലല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു കുട്ടി പഠിച്ച് ഒരു ജോലി കിട്ടി അവരെ കരിയർ, അവൻ്റെ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതോടെ
ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കുടുംബം രക്ഷപ്പെടുമ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾ രക്ഷപ്പെട്ടു പോകുന്നു, അവരെ കുടുംബം നന്നായി പോകുന്നു, നല്ല രീതിയിൽ അവരെ കരിയർ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെന്തോ ഒരു സുഹൃതം ചെയ്ത ഒരു സന്തോഷമാണ്, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ എത്രയോ കുട്ടികളെ, എത്രയോ കുടുംബങ്ങളെ നമുക്ക് കൈപ്പിടിച്ച് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവർ ആത്മാർത്ഥമായിട്ട്, ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ജോലി സ്ഥലത്ത് കാണുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് ഒന്ന് സംശയം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്തെങ്കിലും സംശയമായിട്ട് വരികയാണ് ഇപ്പോൾ ഓഫീസിൽ വരികയാണെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ മുഖം ചുളിക്കുന്ന കുറേ ജോലിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അനുഭവങ്ങളുണ്ടാവാം. എന്നാൽ എൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ മറ്റുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫുകളാണെങ്കിലും അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അതിനെ വളരെ സ്വന്തമെന്ന രീതിയിൽ അവർ കണ്ടുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുതന്നെയാണ് എൻ്റെ ബലവും. തീർച്ചയായിട്ടും. എന്താണ് ഒരു സ്വപ്നം? അങ്ങനെ ഒരു സ്വപ്നം പറഞ്ഞു കഴിഞ്ഞു. 2030 മിനർവയിലൂടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തെത്തുന്നവർക്ക് ജോലി ഉറപ്പ്, അതാണ് അങ്ങനെ ഒരു സ്വപ്നം. അതെ. അടുത്തൊരു സ്വപ്നം എന്താണ്? നമ്മുടെ ഈ തൊഴിലില്ലായ്മ എന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് ഒരു പരിഹാരമാണ് ഒരു വിദ്യാഭ്യാസ രീതിയിലൂടെ നമുക്ക് ആ ഒരു കടന്നു കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കുട്ടികളെ, യുവാക്കളെ നമ്മൾ തയ്യാറെടുപ്പിക്കുന്നു, അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. മറ്റൊന്ന്, നമുക്ക് പറ്റിയ കൂടുതൽ വ്യവസായ ശൃംഖലകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും അതിന് വേണ്ടുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ മോഡിഫൈ ചെയ്യുക, നമ്മുടെ അക്കാഡമിക് ലെവലിൽ എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം, അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും ഭാവി നോക്കിക്കാണുന്ന ഇന്ത്യ. അതുതന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. ഇനി മിനർവയുടെ പുതിയ ബ്രാഞ്ചുകൾ, പുതിയ സ്ഥാപനങ്ങളൊക്കെ 2025 എങ്ങനെയാണ്? ബ്രാഞ്ചുകൾ നമ്മൾ തുടങ്ങുന്നത്, ബ്രാഞ്ചുകളെക്കാളും കൂടുതൽ നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അവിടേക്ക് മുഴുവൻ ആൾക്കാരെയും എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും. അവരോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? കുട്ടികളെ എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് ഓരോ മാതാപിതാക്കളുടെയും ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടാവും. നമ്മൾ പണ്ടത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അതായത് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ഒരു വിവാഹമൊക്കെ വരുന്ന സമയത്ത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി, കല്യാണം നടന്നു പോകും. പക്ഷേ ഇന്ന് നോക്കിക്കാണുന്നത്, ഇന്ന് ഓരോരുത്തരും ചോദിക്കും എന്താണ് കുട്ടി പഠിക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എന്താണ്. അതാണ് ആ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിനൊരു ഉത്തരം മിനർവ തരും. അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസവും. അതെ. കുടുംബം, ഭാര്യ, ഒരു മകൻ. ഭാര്യ ഹൗസ് വൈഫാണ്. മകൻ ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്. സന്തോഷകരമായി പോകുന്നു. വളരെ സന്തോഷം. അവരൊക്കെ എങ്ങനെയാ ഇതിന്റെ കോളേജും കാര്യങ്ങളിലൊക്കെ അവരും ഇടപെടാറുണ്ടോ? മോൻ അവൻ്റെതായ രീതിയിൽ പോകുന്നു. അവരുടെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതിൽ അവൻ്റെ കോളേജിൽ അവനെന്നും അച്ഛനൊരു അഭിമാനമാണ്. കാരണം അവരൊരു കോളേജിൽ പോകുന്നു, ഇതുപോലെയുള്ള അതുപോലെ അല്ലെങ്കിലും വേറെ രീതിയിലൊരു കോളേജ് നടത്തുന്ന ആളാണ് അച്ഛനെന്ന് പറയുമ്പോൾ അവനൊരു സന്തോഷം, അഭിമാനം. വൈഫ് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓരോ കാര്യത്തിലും നമുക്ക് ആവശ്യമുള്ള മോട്ടിവേഷൻ, കൂടാതെ തന്നെ എല്ലാ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം കൂടെ തന്നെ വരും, യാത്ര ചെയ്യും. കൂട്ടത്തിൽ ഒരു സൗഹൃദ ചോദ്യം കൂടി, യാത്രകൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നതാണോ? യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. യാത്രകൾ നമ്മൾ യാത്രകൾ എന്ന് പറയുന്നത്, എനിക്ക് തനിയെ പോകുന്നതിൽ ഒരിക്കലും താല്പര്യമില്ല. കുടുംബമായിട്ടുള്ള യാത്രയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അതിന് സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്ഥാപനമാണെങ്കിലും നമ്മുടെ സ്റ്റാഫുകൾ നമുക്ക് എന്നൊരു ബലമാണ്, നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരോട്
മിനർവയിലേക്ക് വരാനായിട്ട് സ്വാഗതം ചെയ്യാം അല്ലേ? അതെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും, പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാവി ശോഭനമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും മിനർവയായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നന്ദി. ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കറിയാം, യുവതലമുറ ഇന്ന് ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഏത് ജോലിയിലേക്ക് കടക്കണം, എന്താണ് അവരുടെ ലക്ഷ്യമെന്നെല്ലാം കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അത്തരത്തിൽ നിരവധി കോഴ്സുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുപോലെ മുളച്ചു പൊന്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അതിലേക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു സ്ഥാപനമാണ് തൃശ്ശൂരിലെ മിനർവ അക്കാദമി. നിരവധി വിദ്യാർത്ഥികളാണ് ഇതിനോടകം തന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം ജോലി ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കൈപിടിച്ച് ചേർക്കേണ്ടതും ഇവിടുത്തെ സർക്കാരും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ചേർത്ത് പിടിക്കുകയും വേണം. നമ്മുടെ നാടുണരട്ടെ, പുതുതലമുറകൾ പുതിയ തലമുറകളായി വന്ന് ഈ നാടിന് നന്മകൾ ചെയ്യുന്നവരായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അതിഥിയുമായിട്ട് മറ്റൊരു ദിവസം ഞങ്ങൾ വീണ്ടും വരാം. നിങ്ങളുടെ ഇതുപോലെയുള്ള വിശിഷ്ടപ്പെട്ട അതിഥികൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഞങ്ങൾ എത്തുന്നതായിരിക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്. പിന്നിട്ട വഴിയല്ല, മുന്നേ സഞ്ചരിക്കാൻ ഞങ്ങളുണ്ട് എന്നും ഒപ്പം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.